Hi children, welcome back to my channel LKLS Star Maths class. In exercise 3.3 ലെ 15th question ആണ് cot 4x into sin 5x plus sin 3x is equal to cot x into sin 5x minus sin 3x. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് sin x പ്ലസ് sin y എന്നുള്ള ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത് അല്ലേ. അപ്പം എന്താ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, ഈ രണ്ട് സൈനുകൾ അടുത്തടുത്ത് വന്നു കഴിഞ്ഞാൽ അത് ഓർത്തിരിക്കേണ്ട ഒരു കോഡ് ഇതുപോലെ ഓർത്താൽ മതി. കണ്ടോ, എസ് പ്ലസ് എസ് ഇസ് ഈക്വൽ ടു 2SC എന്ന്. പക്ഷേ 2SC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. അതായത് 2 sin x പ്ലസ് y ബൈ 2ഉം കോസ് എക്സ് മൈനസ് വൈ ബൈ 2 എന്നാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് എഴുതി കണ്ടോ, സൈൻ എക്സ് പ്ലസ് സൈൻ വൈ. അപ്പോൾ രണ്ട് എസ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. അതിൻ്റെ ഫോർമുല എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, 2 sin x plus y by 2 into cos x minus y by 2. ഇതാണ് നമ്മുടെ ഫോർമുല. കണ്ടോ, ഇതിന് മാത്രം ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ സൈൻ 5xും സൈൻ 3xും ആണ്. അപ്പോൾ ഇത് കിടക്കുന്നത് എങ്ങനെയാണ്, സൈൻ എക്സും സൈൻ വൈ എന്നുള്ളൊരു ഫോർമാറ്റിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്, 2 sin x പ്ലസ് വൈ. നമ്മളിപ്പോൾ പഠിക്കില്ലേ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നൊക്കെ പഠിക്കുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെയും വരിക. 2 sin x പ്ലസ് വൈ ബൈ 2ഉം കോസ് എക്സ് മൈനസ് വൈ ബൈ 2. സോ ഇത് ഓർത്തിരിക്കാനുള്ളൊരു കോഡായിട്ട് പറഞ്ഞാണ് രണ്ട് സൈനുകൾ ഒന്നിച്ച് വന്നാൽ 2SC എന്ന് പഠിക്കുക. ബട്ട് ഇൻ ബിറ്റ്വീൻ ആരുണ്ട്, എക്സ് പ്ലസ് വൈ ബൈ 2, കോസ് കഴിഞ്ഞാൽ ആരുള്ള എക്സ് മൈനസ് വൈ ബൈ 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആദ്യം ചെയ്യുക, അതിനുശേഷം റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുക. ദെൻ ആൻസേഴ്സ് തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം അല്ലേ. നോക്കിയേ, ഇത് ഈ പർട്ടിക്കുലർ പോർഷനാണ് കേട്ടോ ആദ്യം ചെയ്യാൻ വേണം. അപ്പോൾ അതിനേക്കാൾ മുന്നേ ഇവിടെ ആരുണ്ട്, കോട്ട് 4x ഉണ്ട്, അതിനെ കളയരുത്. സോ ആദ്യം തന്നെ കോട്ട് 4xനെ എടുത്തിവിടെ എഴുതി വയ്ക്കുക. ഇനി എന്ത് ചെയ്യണം, ഇത് എക്സ് പ്ലസ് വൈ എന്നുള്ള സൈൻ എക്സ് പ്ലസ് സൈൻ വൈ എന്നുള്ള ഫോർമാറ്റിലാണ്. സോ ഈ ഭാഗം നമ്മൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ആദ്യം 2 sin x പ്ലസ് വൈ എന്ന് പറയുമ്പോൾ എക്സ് ആരാണ് ഇവിടെ, 5x പ്ലസ് വൈ ആരാണ്, സൈൻ 3x ആണ്. സോ 3x ബൈ 2 ഉണ്ട്. കണ്ടോ, ഈ പർട്ടിക്കുലർ പോർഷനാണ് ഇപ്പോൾ എഴുതിയത്. ഇനി എന്താ എഴുതേണ്ടത്, നമ്മൾ കോസ് ആണ് അല്ലേ. ഇവിടെ എന്താ കിടക്കുക, എക്സ് മൈനസ് വൈ ആണ്. സോ എക്സ് ആരാണ്, 5x ആണ്, മൈനസ് വൈ എന്താണ്, 3x ബൈ 2. കണ്ടോ, ഓക്കെ അല്ലേ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്ത് എഴുതുക, നമുക്ക് കോട്ട് 4x ഇവിടെ എന്ത് കൊടുക്കുക, 2 sin, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, 8x ബൈ 2 കിട്ടി അല്ലേ. ദെൻ കോസ്, ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ എന്താ കിട്ടിയേ, 2x ബൈ 2ഉം കിട്ടി. കണ്ടോ, ഇനി ഇതൊന്ന് കട്ട് ചെയ്യാൻ പറ്റില്ലേ, ഇത് എത്ര ടൈംസ് പോയി, 4 ടൈംസ് പോയി. ഇത് രണ്ടും അതും കട്ടായിപ്പോയി. സോ ബാക്കി നമ്മൾക്ക് എന്താണ് റിമെയിൻ ചെയ്യുന്നത്, ഇവിടെ കോട്ട്, കണ്ടോ, കോട്ട് 4x, ദെൻ എന്താണ് 2 sin, ഇവിടെ എന്തുണ്ട് 4xും ഇവിടെ എന്താ ഉള്ളത്, കോസ് എക്സും ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോട്ടിനെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ടാൻ ഈക്വൽ ടു എന്താ പഠിച്ചിട്ടുള്ളത്, സൈൻ ബൈ കോസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ടാനിൻ്റെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോട്ട് എന്തായിട്ട് വരും, കോസ് ബൈ സൈൻ ആണല്ലോ. സോ കോട്ടിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇതെടുക്കാം. ഓക്കെ, ഇതെടുക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതാൻ പോണത് എന്താണ്, കോസ് 4x, കണ്ടോ, ഇതിന് പകരം കേട്ടോ, ബൈ സൈൻ 4x നമുക്കിതിനെ ആക്കിയെടുക്കുക. ഓക്കെ, ഇനി എന്താ ഉള്ളത്, നമുക്കിവിടെ 2 sin 4xും പിന്നെ എന്താ ഉള്ളത്, കോസ് എക്സും ആണ് നമുക്കിവിടെ ഉള്ളത് അല്ലേ. ഇതിനകത്ത് സൈൻ 4xും ഇവിടെ ഈ സൈൻ 4xും കട്ടായി പോയി. ബാക്കി നമുക്ക് വരുന്നത് നോക്കിയേ, 2 cos 4x, കണ്ടോ, 2 cos 4xും ഇവിടെ ഈ cos xും ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതിന് ഇവിടെ നിർത്തിയേക്കുക. ഇപ്പോൾ നമ്മൾ LHS മാത്രമാണ് നമ്മളിപ്പോൾ ചെയ്തെടുത്തത്. അപ്പോൾ LHS ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, 2 cos 4x cos x ആണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ RHS ആയിട്ടുള്ള പോർഷൻ, കാരണം ഇത് രണ്ടും ഈക്വലാന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ഇതെടുത്തെഴുതാം, എന്താണ്, കോട്ട് എക്സ് സൈൻ 5x മൈനസ് സൈൻ 3x. ഓക്കെ, സോ കോട്ട് എക്സ് ഇൻറ്റു സൈൻ 5x മൈനസ് സൈൻ 3x. സോ ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഈ പറഞ്ഞതുപോലെ തന്നെ എന്താണ്
ഇവിടെ വരുമ്പം ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ, ഈ സെയിം തന്നെയാണ് അല്ലേ. ഇവിടെ എന്താ വന്നേക്കുന്നതെന്ന് നോക്കിയാൽ നമുക്ക് എസ് മൈനസ് എസ് ആണ്, കണ്ടോ. സൈൻ എക്സ് മൈനസ് സൈൻ 3x എന്നാണ്. അപ്പം നമുക്കിതിൻ്റെ ആൻസർ എന്തെഴുതാം? 2. ആദ്യം ഇവിടെ നമ്മൾ കൊടുത്തത് എന്താണ്? ആദ്യം 2SC എന്നാണ് പഠിച്ചത്, അത് ആഡിഷൻ വന്നപ്പോൾ അല്ലേ. പക്ഷേ ഇവിടെ സബ്ട്രാക്ഷനാണ് വന്നത്, അതുകൊണ്ട് എന്തായിട്ട് മാറണം? 2Cയും എസ്സും കൊടുക്കുക. ഓക്കെ, ആദ്യം കോസ് എഴുതുക, പിന്നെ സൈൻ എഴുതുക. ഓക്കെ ആണല്ലോ. മൈനസ് വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ് എഴുതേണ്ടത്? 2 കോസ് ആദ്യം എഴുതുക കേട്ടോ. 2 കോസ്, അത് കഴിഞ്ഞിട്ട് എന്ത് വരും? ഇവിടെ എഴുതിയതുപോലെ തന്നെ കണ്ടോ, 2 sin x + y എന്ന് പറഞ്ഞു. ഇവിടെ എന്താണ്? ഇവിടെ വന്നപ്പോൾ കോസ് ആണ്. സോ കോസ് x + y/2 മൈനസ് ഇവിടെ എന്താണ്? സൈൻ, ഇവിടെ സൈൻ ആണ്. സോ സൈൻ x - y. നേരെ തിരിച്ച് ഇക്വേഷൻ വന്നെന്നേ ഉള്ളൂ കേട്ടോ, വേറെ വ്യത്യാസങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പം നമുക്ക് എന്തെഴുതാം? കോട്ട് എക്സ് ഇൻറ്റു 2 cos x + yയുടെ അവിടെ ആരൊക്കെയാണ്? 5xഉം 3xഉം തന്നെയാണല്ലോ. സോ 5x + 3x/2. ഓക്കെ ആണല്ലോ, കണ്ടോ. x + y, എക്സും വൈയും ഇവരാണ്. മൈനസ് ദെൻ സൈൻ x - y എന്ന് പറയുമ്പോൾ എന്തായി? 5x - 3x/2. റൈറ്റ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നോക്കിയേ. കോട്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 cos, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തു, ആരായി? 8x/2 കിട്ടിയല്ലേ. ഇതിനെ കട്ട് ചെയ്ത് പോകും, ബാക്കി ഇടുന്നതാണ് 4 ആണ്. ഓക്കെ, അതായിട്ട് നിന്നോട്ടെ. ഇനി ഇപ്പുറത്തെ സൈഡ് സൈൻ എന്താണ് ഇവിടെ? 5x, ഇതൊന്ന് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടി നമുക്ക്? 2x/2 കിട്ടി. ഇവിടെയും 2ഉം കട്ടായി പോകും അല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരെ ആൻസർ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്നുകൂടെ എടുത്തെഴുതാം അല്ലേ ഇവിടെ. ഇനി അതുപോലെ തന്നെ ഈ കോട്ടിന് നമ്മൾ ആദ്യം ഇവിടെ കോട്ടിനെ നമ്മൾ എങ്ങനെയാക്കി എഴുതിയത്? cos 4x/sin 4x എന്ന് എഴുതി. അതേപോലെ തന്നെ കോട്ടല്ലേ ഇവിടെ കിടക്കുന്നത്? കോട്ട് എക്സ് എന്നല്ലേ ഉള്ളൂ. സോ കോട്ട് എക്സിന് നമുക്ക് എങ്ങനെ എഴുതാം? cos x/sin x എന്ന് എഴുതുക. നേരത്തെ ഞാൻ പറഞ്ഞു, ഇത് പറഞ്ഞായിരുന്നു, tan = what? സൈൻ ബൈ കോസ് ആണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ 10ലും ഇത് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കോട്ട് ഇതിൻ്റെ റെസിപ്രോക്കലാണ് സൈനിൻ്റെ. സോ കോട്ടിൻ്റെ റെസിപ്രോക്കൽ ആകുമ്പോൾ പിന്നെ നേരെ തിരിച്ചെഴുതുക അല്ലേ, cos/sin. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്കിവിടെ ഉള്ളത് ആരൊക്കെയാണെന്ന് നോക്കിയത്? 2 cos എന്താണ് ഇവിടെ? 4x, പിന്നെ ഇവിടെ എന്താ ഉള്ളത്? സൈൻ എക്സും ആണ് നമ്മുടെ കൈകളിലുള്ളത് അല്ലേ. സൈൻ എക്സ് ആണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇത് അതുപോലെ തന്നെ ഈ സൈൻ എക്സും വെട്ടിപ്പോയി. ബാക്കി വന്ന ആൻസർ നോക്കിയേ. 2 cos 4xഉം പിന്നെ എന്തുകൊണ്ട്? cos എക്സും. ഇപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇത് ഏത് സൈഡായത്? RHS ആണ്. RHSൽ കിട്ടിയ എന്താ? 2 cos 4xഉം cos xഉം. നോക്കിയേ, LHSലും കിടക്കുന്ന 2 cos 4xഉം cos xഉം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ. അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും എന്താണ്? പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മളിത് രണ്ടും നല്ലതുപോലെ പ്രൂവ് ചെയ്തെടുത്തു. ഓക്കെ ആണല്ലോ. സോ നന്നായിട്ട് പഠിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ഷെയർ ചെയ്യുക.